ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത് വിഷുവിൻ്റെ വ്ളോഗാണ്. ഏപ്രിൽ കഴിഞ്ഞതാണ് വിഷു. ദേ കുറേ മാസങ്ങളായില്ലേ വ്ളോഗ് ഇട്ടത്. ഇനി നമ്മൾ അങ്ങോട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, ലോങ് വീഡിയോ ഇടാനാണ് ചെറിയതായിട്ടുള്ള മടിയൊക്കെ. നമുക്കതൊക്കെ മാറ്റി സെറ്റാക്കി വരണമെന്നുണ്ട്. ഇതൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ദേ ലാസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാവും കോളേജിലത്തെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ദേ കോളേജിൽ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഷോർട്സ് എടുക്കാമെന്നായിരുന്നു ആദ്യം. അപ്പോൾ നമ്മൾ ഈ ഷോർട്സിനുള്ളതാണ് വരുമ്പോൾ എടുത്ത്, പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് ഇനി ലാസ്റ്റായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക കോളേജിലത്തെ എന്നുള്ളത് തീരുമാനിച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ദേ കോളേജിലെത്തി. ഇന്നധികം ആരുമില്ല. ഞങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലാസ്സും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി എല്ലാവരും വന്നിട്ട് പ്രൊജക്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇനി എല്ലാവരും വരുന്നതേ ഉള്ളവരൊക്കെ വന്നിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുവരെ ദേ ഞാനും പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ക്ലാസ്സൊക്കെ തുറന്ന് അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, എക്സാമിന് വന്നാൽ മതി. അപ്പോൾ ഇനി ഒരു കോളേജ് ഡേ വ്ളോഗ് ഉണ്ടാവില്ല. ഇതാണ് കോളേജിലത്തെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ തൊട്ടടുത്ത്, ഞങ്ങൾക്ക് ഇങ്ങനെ ജനലിൽ നിന്ന് നോക്കിയാൽ കാണും. നമ്മുടെ കോളേജിൻ്റെ അടുത്ത നെയ്ബേഴ്സ്. അവിടെ നിന്ന് ഒരു താത്ത ചോദിക്കായിരുന്നു, എന്താ വീഡിയോ എടുക്കുകയാണോ, യൂട്യൂബ് ഉണ്ടെന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് താത്തയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത് താത്ത അപ്പത്തേനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സന്തോഷമായി. നമ്മൾ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഒരാളിങ്ങനെ ചോദിച്ചിട്ട് അപ്പത്തന്നെ നോക്ക് എല്ലാം കുറേ ഷോർട്സ് നോക്കി. ഞാനവിടെ ഇല്ല, അപ്പം തന്നെ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേഗം തന്നെ അടിയിലേക്ക് പോയി. സാറ് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് പോവുകയാണ്. നമ്മളടുത്ത് തന്നെ പള്ളിയുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം എടുക്കാറ്. അങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവളാണ് ഞാൻ പറഞ്ഞ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കുട്ടിയുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് കുടിച്ചു. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരാരും ഇനിയും വന്നിട്ടില്ല. ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ ചെയ്യുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം, മഴ ചോർന്നിട്ട് വരാം, നനയാൻ വയ്യാന്നൊക്കെ പറയുന്നത്. കുട ഉണ്ടായിട്ട് നനയാൻ വയ്യാന്നാണ് പറയണത്. അങ്ങനെ അവരെയും കാത്തിരുന്ന് ഞാൻ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേറെ മിസ്സ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിക്കൽ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ പിന്നെ ക്ലാസ്സിലേക്ക് വന്ന്. അപ്പോഴാണ് ആ മിസ്സ് വന്ന് ഇന്ന് അപ്പുറത്തേക്ക് വായു പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. ക്ലാസ്സാണ് അപ്പോൾ അടുത്തതും നല്ല മഴ പെയ്തു. അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവർ. ഇതാണ് ഫിദ. എല്ലാ കോളേജിലത്തെ മിക്ക വ്ളോഗിലും കാണാറുണ്ട് ഫിദാനെ. അപ്പോൾ ഞാൻ വ്ളോഗ് ഓണാക്കിയാൽ ഫിദ ഉണ്ടാവും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് ഫിദയും വ്ളോഗിൽ കൂടുതൽ. അങ്ങനെ ഞങ്ങൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്, പ്രൊജക്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓഫീസിൽ നിന്ന് റെഫറൻസൊക്കെ എടുത്തിട്ടുണ്ട്. സീനിയേഴ്സിൻ്റെ പ്രൊജക്റ്റ് നോക്കി ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞത് കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇനി നമ്മൾ പോയി അവിടെ എത്തിക്കാം. നമ്മൾ അങ്ങനെ അവസാനം കണ്ടുപിടിച്ച് കോടതിപ്പടിയുള്ളൊരു കഫേയിൽ എത്തിക്കണം. ആദ്യം വേറെ കഫേയിലാണ് പോയത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ 2-3 ദിവസം പിടിക്കും. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണമില്ല, എങ്ങനെയാണ് എന്താണെന്നൊന്നും ചോദിച്ചാവില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പോന്നു. പിന്നെ ഞങ്ങൾ വേറൊരു കഫേയിൽ വന്നു. ഈ ചേച്ചിയാണ് വെച്ചാൽ നമുക്കെല്ലാം ചെയ്തു തന്നത്. ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു. 5 ആൾക്കും 2 കോപ്പി വെച്ചിട്ട് വേണം. ഒരു പ്രൊജക്റ്റിന് 23-24 പേജാണ്. അങ്ങനെ എൻ്റെയാണ് ഫസ്റ്റ് ടൈപ്പിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ എടുക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു കോപ്പിയും കൊണ്ട് പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയായിട്ടുണ്ടായിരുന്നു. 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ഞങ്ങൾ നേരെ ഫേമസ് ബേക്കറിയിൽ കയറി. ഞാനൊരു ഷേക്കാണ് പറഞ്ഞത്. ഇത് സ്നിക്കേഴ്സിൻ്റെ ഷേക്കായിരുന്നു. പക്ഷേ അവർക്ക് എന്തോ ഷേക്ക് മാറിയിട്ട് തോന്നുന്നു. സ്നിക്കേഴ്സ് പറഞ്ഞിട്ട് വെറും ചോക്ലേറ്റിൻ്റെ ഷേക്ക് തന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ വേറെ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുമ്പം നട്ട്സും ഇതൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും ഒരു ചോക്ലേറ്റ് ഷേക്ക് മാതിരിയാണ് തോന്നിയത്. പക്ഷേ ബില്ല് വന്നപ്പോൾ സ്നിക്കേഴ്സ് ഷേക്ക് തന്നെയായിരുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങളുടെ 2-3 ആഴ്ചത്തെ പ്രൊജക്റ്റിൻ്റെ പുറകെ നടക്കൽ കഴിഞ്ഞ് ഇനി തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി ബസ് കാത്ത് നിൽക്കുകയാണ്.
ബസ് വന്നതും പോകുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു, പിന്നെ അതുപോലെ തിരക്കുമായിരുന്നു. അപ്പോൾ ഫോണൊന്നും എടുത്തില്ല. ഇതേ തെങ്കിലെത്തിയിട്ടാണ് ഫോൺ വേഗം എടുത്ത് വീഡിയോ എടുത്തത് തന്നെ. അങ്ങനെ നമ്മൾ ഇന്നും കയറുന്ന കടയിൽ ഇതേ കയറി, പിന്നെ 2-3 മിഠായിയൊക്കെ വാങ്ങി. ഈ പുളിമിഠായി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, 5 രൂപയിട്ട്, 5ഉം 20 ഉണ്ട് തോന്നുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.